മനസ്സിൽ കെട്ടിക്കിടക്കുന്ന എല്ലാ ശബ്ദങ്ങളും പതിയെ അഴിച്ചുവിടാൻ പറ്റിയ ഒരിടമുണ്ട് അസർബൈജാനിൽ. അതാണ് കപാല. ഇതാണ് ഇവിടുത്തെ അൽപാക്ക ഫാം. നമ്മളിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരു നിഷ്കളങ്കതയില്ലേ, അതൊരു കുഞ്ഞിന്റെ കണ്ണിലല്ലാതെ ആദ്യമായിട്ടൊരു ജീവിയുടെ കണ്ണിൽ ഞാൻ കാണുന്നത് ഈ അൽപ്പാക്കകളിലാണ്. നിഷ്കളങ്കമായ കണ്ണുകളും കട്ടിയുള്ള രോമങ്ങളും ഒക്കെ ഉള്ള ഈ അൽപ്പാക്കകൾ ഒരു അതിർത്തിയില്ലാത്ത സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് മനുഷ്യരെ സമീപിക്കുന്നത്. കപാലയിലെ മറ്റൊരു ആകർഷണമാണ് സെവൻ ഗോസൽ അഥവാ 7 സുന്ദര വെള്ളച്ചാട്ടങ്ങൾ. 7 നിലകളിലായിട്ടുള്ള വെള്ളച്ചാട്ടം. അങ്ങനെയാണ് സെവൻ ഗോസൽ എന്നുള്ള പേര് ഇതിന് വന്നത്. ഡിസംബർ മാസം ആയതുകൊണ്ടാന്ന് തോന്നുന്നു അതിശക്തമായൊരു വെള്ളച്ചാട്ടമൊന്നും ഞങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചില്ല. ശേഷം ഞങ്ങൾ നുഹൂർ തടാകത്തിലെത്തി. മലനിരകളുടെ പ്രതിബിംബം നിശ്ചല ജലത്തിൽ തളിർക്കുന്ന നിമിഷം. കപാലയിലേക്കുള്ള യാത്ര അത് ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴിയല്ല, ഒരു സിനിമ തുടങ്ങുമ്പോഴുള്ള ആദ്യത്തെ ഫ്രെയിം പോലെയാണത്. റോഡ് സൈഡിൽ നിശബ്ദതയും അത്ഭുതവും ഒരുപോലെ നിറഞ്ഞ പോലെ നമുക്ക് തോന്നാം. ചെറിയ ഭംഗിയുള്ള ഗ്രാമങ്ങൾ, വീടുകളുടെ മുന്നിലൊക്കെ ആപ്പിൾ പിയർ തോട്ടങ്ങളൊക്കെ കാണാം. പക്ഷെ ശിശിരം എല്ലാ വൃക്ഷങ്ങളുടെയും ഇല നല്ല രീതിയിൽ പൊഴിച്ചിട്ടുണ്ട്. ഡിസംബർ മാസത്തിലെ മഞ്ഞ് പ്രതീക്ഷിച്ചുള്ള ഒരു യാത്രയാണ് ഈ കപാലയിലേക്ക്. എന്നാൽ പ്രതീക്ഷിച്ച അത്ര മഞ്ഞൊന്നും ലഭിക്കില്ല എന്നുള്ളത് ഈ യാത്രയിലുടനീളം മങ്ങിങ്ങായി കാണുന്ന മഞ്ഞ് മൂടാതെയുള്ള മലനിരകൾ കണ്ടപ്പോൾ തന്നെ ഉറപ്പായി. പക്ഷെ ഒരു സ്ഥലത്തിന്റെ ഭംഗി ഏറ്റവും മനോഹരമാവുന്നത് നമ്മുടെ കൂടെ ഉള്ളവരെ കൊണ്ട്